മലയാളികളുടെ മാന്ത്രിക മുത്തശ്ശനായ വാഴക്കുന്ന നമ്പൂതിരിപ്പാടിന്റെ ശിഷ്യൻ, പ്രഗത്ഭനായ മജീഷ്യൻ നാണു മാസ്റ്റർ കോഴിക്കോട് സ്വദേശിയാണ്. ഇപ്പോ വിസ്മയ സഞ്ചാരത്തിൽ നമ്മളോടൊപ്പം. മാഷിനെ പറ്റി വൈദർഷ മാഷ് പറഞ്ഞിട്ടുണ്ട്. വൈദർഷ മാഷിനെ ചെപ്പും പന്തും പഠിപ്പിച്ചു കൊടുക്കുന്നത് നാണു മാസ്റ്ററാണെന്ന്. അതെ അതെ. അപ്പൊ എപ്പോഴും പിന്നെ അദ്ദേഹം ഷോ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കഴിഞ്ഞാൽ രണ്ടു പേരുടെ പേര് പറയുന്നതിന് ഒന്ന് തിരുമേനിയുടെ പേരും ഒന്ന് നാണു മാസ്റ്റർ പറയാറുണ്ട്. വായ്ത്താരി തന്നെ പുള്ളി അത് പറയാറുണ്ട്. വൈദർഷ ഇത് നന്നായിട്ട് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഉടുപ്പി ജൂനിയർ ശങ്കർ. ഉടുപ്പി ജൂനിയർ ശങ്കറും നന്നായിട്ട് അവതരിപ്പിക്കും. നന്നായിട്ട് കുറെ മജീഷ്യന്മാർ ഇതിന്റെ പ്രാധാന്യം പിന്നെ മനസ്സിലാക്കിയതിന് ശേഷം കുറച്ച് മജീഷ്യന്മാർ ഇത് പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ പിന്മാറുകയാണ് ചെയ്തത്. ഇത് അത്രയും നിരന്തര പരിശീലനം ഇതിനാവശ്യമായതുകൊണ്ട് എല്ലാവരും ഒഴിയായി ഇത്. ഈ ഉടുപ്പി ജൂനിയർ ശങ്കർ ആരുടെ മാഷിന്റെ അടുത്ത് വന്നിട്ടാണോ പഠിച്ചത്? അതെ, ചെപ്പും പന്തും നാണു മാഷിന്റെ അടുത്ത്. അതെ അതെ. അദ്ദേഹം അതിനുശേഷം സ്വിറ്റ്സർലൻഡിലൊക്കെ പോയി അവതരിപ്പിച്ചിട്ടുണ്ട്. മാജിക് കൂടാതെ ഇപ്പൊ സംഘടനാ പ്രവർത്തനമൊക്കെ ഉണ്ടല്ലോ. മലയാളി മജീഷ്യൻസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നുണ്ട്. അതിന് കുറച്ച് അതിനുമായി മെനക്കെടണം. അതിനായി ഇപ്പൊ നല്ല സംഘടനയാണ് ഈ കലാകാരന്മാരെന്നല്ല, അവർക്കൊക്കെ ഈ പെൻഷനെല്ലാം കൊടുക്കുന്നുണ്ട്. അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുവരെയും ഒരു സംഘടന ഉണ്ടായിരുന്നില്ല. സംഘടന വന്നതിന് ശേഷം പല മാറ്റങ്ങളും മജീഷ്യന്മാരുടെ ഇടയിൽ വന്നിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ഒരു റീത്ത് പോലും കിട്ടാത്ത ഒരു വിഭാഗമായിരുന്നു മജീഷ്യന്മാർ. അതിനൊക്കെ ഇപ്പം മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോ മജീഷ്യനോ അല്ലെങ്കിൽ മജീഷ്യന്റെ കുടുംബത്തിലോ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഈ സംസ്ഥാന കമ്മിറ്റി അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയിലുള്ള ഭാരവാഹികൾ പോയി, അധികം സംസ്ഥാന കമ്മിറ്റിന്റെ ഭാരവാഹികൾ തന്നെ പോയിട്ട് റീത്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു വലിയൊരു മാറ്റമാണ്. അത് ഇതുവരെ ഇല്ലാത്തതാണ്. അതുപോലെ തന്നെ ഇതിന് മറ്റു പല സംഭവങ്ങളും ഇപ്പം പിന്നെ ഈ കമ്മിറ്റിയൊക്കെ ചേരുമ്പോൾ ജില്ലാ കമ്മിറ്റി ഉണ്ട്, സംസ്ഥാന കമ്മിറ്റി. ജില്ലാ കമ്മിറ്റിയൊക്കെ ചേരുന്ന അവസരത്തിൽ അവരുടെ കുടുംബത്തിൽ പലതരത്തിലും വിജയിച്ചിട്ടുള്ള കുട്ടികൾ, ഡാൻസിൽ അല്ലെങ്കിൽ മറ്റു കലാപരിപാടികളൊക്കെ വിജയിച്ചിട്ടുള്ള കുട്ടികൾക്കൊക്കെ സമ്മാനം കൊടുക്കുന്ന ഒരു പരിപാടി, അവാർഡ് കൊടുക്കുന്ന ഒരു പരിപാടി, അല്ലെങ്കിൽ ഓരോന്ന് അനുമോദിക്കുക, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഈ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മജീഷ്യന്മാർക്കും അതുപോലെ തന്നെ മജീഷ്യന്മാരും ഏതെങ്കിലും തരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് സംസ്ഥാന കമ്മിറ്റി അവാർഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. ഇതുവരെ ഇല്ലാത്ത സംഭവം. അപ്പൊ ഇപ്പോ നാണു മാസ്റ്റർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളായി. പിന്നെ മജീഷ്യൻസിന്റെ ഒരു സംഘടന രൂപീകരിച്ചു, അതിലെ പ്രസിഡന്റായി. പിന്നെ ഊർജ്ജസ്വലനായിട്ട് പ്രായത്തെയൊക്കെ മറന്നുകൊണ്ട് മാഷ് പെർഫോം ചെയ്യുന്നുണ്ട്. മാഷ് ഈ ചെപ്പും പന്തും പെർഫോം ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ പെർഫോം ചെയ്യുന്ന പോലെ, ഈ പാട്ടൊക്കെ പാടി പെർഫോം ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ പെർഫോം ചെയ്യുന്ന പോലെ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലെ ആ ഒരു കലയുടെ ആ ഒരു എന്താണ് തിരുമേനിയുടെ അടുത്ത് നിന്ന് പഠിച്ച ആ ഒരു വലിയ മാജിക് മാഷ് അവതരിപ്പിക്കുമ്പോഴത്തേക്ക് മാഷ് തന്നെ കുട്ടിയായിട്ട് മാറും, ഇല്ലേ? എന്തോ അറിയില്ല. ഇത് 6 നാണയങ്ങൾ. 6 നാണയങ്ങൾ. 3 എന്റെ ഇടത് ഭാഗത്ത്, 3 വലത് ഭാഗത്ത്. 1 2 3. 1 2 3. ഇപ്പൊ എന്റെ വലത് കയ്യിൽ 3, ഇടത് കയ്യിൽ 3. ഇത് കൈ തുറക്കാതെ നാണയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന വിദ്യ. ഞാൻ 1 2 3 എന്ന് പറയുമ്പോൾ എന്റെ വലത് കയ്യിൽ നിന്ന് ഒരു നാണയം എന്റെ ഇടത് കയ്യിലേക്ക് മാറും. 1 2 3. ഇപ്പൊ എന്റെ വലത് കയ്യിൽ നിന്ന് ഒരു നാണയം എന്റെ ഇടത് കയ്യിലേക്ക് മാറി. അപ്പൊ ഇടത് കയ്യിൽ എത്രയായി? 4. അതിന് 2. വലത് കയ്യിൽ 2, ഇടത് കയ്യിൽ 4. ശരിയാണല്ലോ? ഇത് കാണണോ? 2 ശരിയാണല്ലോ, 4 ശരിയാണല്ലോ. 1 2 3 4.
1 2. ഇപ്പൊ എന്റെ വലത് കയ്യിൽ 2, ഇടത് കയ്യിൽ 4. വീണ്ടും ഞാൻ റെഡി 1 2 3 എന്ന് പറയുമ്പോൾ എന്റെ വലത് കയ്യിൽ നിന്ന് ഒരു നാണയം കൂടി എന്റെ ഇടത് കയ്യിലേക്ക് മാറും. റെഡി 1 2 3. ഇപ്പൊ എന്റെ വലത് കയ്യിൽ നിന്ന് ഒരു നാണയം കൂടി എന്റെ ഇടത് കയ്യിലേക്ക് മാറി. അപ്പൊ ഇടത് കയ്യിൽ എത്രയായി? ഇതില് 5. വലത് കയ്യിൽ 1, ഇടത് കയ്യിൽ 5. ശരിയാണല്ലോ? ഇത് കാണണം. 1 ശരിയാണല്ലോ, 5 ശരിയാണല്ലോ, ശരിയാണല്ലോ. 1 2 3 4 5. ഇപ്പൊ എന്റെ വലത് കയ്യിൽ എത്ര? 1. ഇടത് കയ്യില് 5. ഇതിങ്ങനെ സംഭവിക്കണമെങ്കിൽ ഒരു കയ്യിൽ നിന്ന് മറുകൈയിലേക്ക് നാണയങ്ങൾ കൈ തുറക്കാതെ നിങ്ങൾ കാണാതെ മാറണമെങ്കിൽ ഒന്നുകിൽ കൈവേഗത ഉണ്ടായിരിക്കണം. മാജിക്കിൽ കൈവേഗത എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അല്ലെങ്കിൽ സ്ലീവിന്റെ ഉള്ളിൽ കൂടി വരണം. എന്നാൽ ഇത് രണ്ടും അല്ല എന്നുള്ള തെളിയിക്കാൻ വേണ്ടി ഞാൻ എന്റെ 2 കൈ ഇതുപോലെ തമർത്തി വെക്കും. ഇനി എന്റെ വലത് കൈയിലുള്ള നാണയം വലത് കയ്യിലൊന്നുണ്ടല്ലോ, ഇടത് കൈയിലേക്ക് മാറുകയാണെങ്കിൽ കൈവേഗത കൊണ്ടല്ല എന്ന് ബോധ്യാവുമല്ലോ, സ്ലീവിന്റെ ഉള്ളിൽ കൂടി വരുന്നില്ല എന്ന് ബോധ്യാവുമല്ലോ. ഇങ്ങനെ ആയിരിക്കണ്ടേ? അപ്പൊ എന്റെ വലത് കയ്യിൽ എത്ര? വലത് കയ്യിൽ 1, ഇടത് കയ്യില് 5. റെഡി 1 2 3 ഗോൺ. ഇപ്പൊ എന്റെ വലത് കയ്യിലാണ് ഇടത് കയ്യിൽ എത്തി. അപ്പൊ ഇടത് കയ്യിൽ എത്രയായി? 6. വലത് കയ്യിൽ ബാക്കി ഒന്നുമില്ല. വലത് കയ്യിൽ ഒന്നുമില്ല, ഇടത് കയ്യിൽ 6. 1 2 3 4 5 6. ഓക്കെ, താങ്ക് യു. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും, കാരണം മാഷിന്റെ അടുത്ത് വരുമ്പോഴാണല്ലോ ഇങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടാവുക, ഒരു ക്ലോസർ മാജിക് കൂടെ കാണാൻ പ്രശ്നമില്ല. നത്തിങ്, ഒന്നുമില്ല, നത്തിങ്, നത്തിങ്, നത്തിങ്. കമോൺ കമോൺ കമോൺ. ഒന്നുമില്ല. ഈ കോയിൻ ഇടത് കയ്യിൽ ഇതുപോലെ വെക്കും. 1 2 3 ഗോൺ 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 ഗോൺ. കമോൺ 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 കമോൺ. ഈ കോയിൻ ഈ കർച്ചീഫിന്റെ ഉള്ളിൽ കൂടി ഇതുപോലെ പോകും. ഇതുപോലെ പോകുമ്പോൾ സെൻട്രൽ എത്തുമ്പോൾ സ്റ്റോപ്പ് പറയണം. സ്റ്റോപ്പ് പറയണം. സെൻട്രൽ എത്തുമ്പോൾ സ്റ്റോപ്പ്. സെൻട്രൽ എത്തുമ്പോൾ ഞാൻ പറഞ്ഞ് കോയിൻ ഇവിടെ തന്നെ ഉണ്ട്. ഇനി കമോൺ കം ഔട്ട് 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 ഔട്ട്. കീറിയിട്ടുണ്ടാവണം. കീറിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കൈയടിക്കാം. ഇനി ഞാൻ ഈ കർച്ചീഫ് കൊണ്ട് 2 മേൽ കാണിക്കാം. ഞാൻ ഈ കർച്ചീഫിന് ഒരു കെട്ടിടാണ്. മജിഷ്യന്മാർ കെട്ടിടുന്നുണ്ടെന്ന് തന്നെ കെട്ടിടുകയില്ല. അപ്പൊ കെട്ടിടുന്നുണ്ടോന്നല്ലോ നോക്കണം. കെട്ടിനാലോ ഒന്ന് വലിച്ചു മുറുക്കാം. വലി മതി. എത്ര മുറുക്കിയാലും റെഡി 1 2 3 എന്ന് പറഞ്ഞാൽ കെട്ടുപോകും. ഇതിവിടെ ഇതുപോലെ ഇങ്ങനെ പിടിക്കും. ഇതിങ്ങനെ കൊടയും. ഇനി റെഡി 1 2 3 കമോൺ 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 എന്ന് പറഞ്ഞാൽ കെട്ടിവിടെ വരും. ശരിക്കുള്ള കെട്ട് തന്നെ. പിന്നെന്താ? അതെ, ശരിക്കുള്ള കെട്ട് തന്നെ. ഓക്കെ. ഇത് കെട്ടിനാലോ കെട്ടിനാ കെട്ടിനാലോ. അതെ അതെ. ഇത് നന്നായിട്ട് വലിച്ചു മുറുക്കാം. ഇനി വേണമെങ്കിൽ ഒരു കെട്ടിന്റെ മുകളിൽ കെട്ടാലോ. ഓക്കെ, ഇത് വലിച്ചു മുറുക്കാം. 2 അറ്റം പിടിച്ച് ശക്തിയിൽ. ഓക്കെ, നന്നായിട്ട് മുറുക്കാം. ഓക്കെ, മുറിയല്ലോ. ഇനി ഞാൻ ഈ കെട്ട് കുറച്ച് സമയം ഇവിടെ അടച്ചു വെക്കും. ഇനി ഈ കെട്ട് ഇവിടെ തന്നെ ഉണ്ടോ എന്നുള്ളത് ഒന്ന് പിടിച്ചു നോക്കാം. ഉണ്ടല്ലോ, എവിടെയും പോവുകയില്ല. നന്നായിട്ട് മുറിച്ചതാണല്ലോ. വിടാം. ഇനി ഓം അബ്രാക്കടബ്ര അബ്രാക്കടബ്ര ഓം ശ്രീം സാഹ. തെളിയോ? തെളിയില്ലേ? എന്തോ സംഭവിച്ചിട്ടുണ്ട്. നോക്കാം. ഒന്ന് ചെറുതായിട്ട് ഇളകിയെന്ന് തോന്നുന്നു. അല്ല, മാഷിനെ ഈ വല്ലഭന് പുല്ലും ബില്ലാകും എന്ന് പറയുന്ന പോലെയാണ് മാഷ് ഒരു ചെറിയ കർച്ചീഫ് വെച്ചിട്ടാണ് ഇത്രയും സമയം മാജിക് കാണിച്ചത്. താങ്ക് യു മാഷെ. അല്ല, നമ്മള് ഈ പുതിയ തലമുറയിലുള്ള മജീഷ്യൻസ് ഒക്കെ നമ്മളെപ്പോഴും മാജിക് കാണിക്കാൻ പറയുമ്പോഴത്തേക്ക് ഒന്നും കരുതിയിട്ടില്ല എന്ന് പറയും. മാഷിന്റെ ഒന്നും കരുതേണ്ട കാര്യമില്ല. ഒരു ചെറിയ കർച്ചീഫ് വെട്ടിക്കഴിഞ്ഞാൽ തന്നെ അരമണിക്കൂറിന്റെ മാജിക്കിനുള്ള സാധനങ്ങൾ കയ്യിലുണ്ടാവും. താങ്ക് യു മാഷ്, ഒരുപാട് സന്തോഷം. വിസ്മയ സഞ്ചാരത്തിന്റെ യാത്ര ബേപ്പൂരിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് കുറ്റ്യാടി നാണു മാസ്റ്റർ സ്ട്രീറ്റ് മാജിക് ചെയ്യാൻ പോകുന്നു. ഇന്ത്യൻ സ്ട്രീറ്റ് മാജിക് ആണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത്.
നാണുമാസ്റ്ററെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം നമ്മുടെ വിസ്മയ സഞ്ചാരത്തിലൂടെ ചെപ്പും പന്തും ജാലവിദ്യ നമുക്ക് കാണിച്ചു തന്ന ആളാണ്. വാഴക്കുന്നം തിരുമേനിയുടെ ശിഷ്യനാണ്. നേരിട്ട് അദ്ദേഹത്തിന്റെ മാജിക് വിദ്യകൾ പഠിക്കാൻ അവസരം കിട്ടിയ ആളാണ്. ചെപ്പും പന്തും എന്ന് പറയുന്ന വാഴക്കുന്നം തിരുമേനിയുടെ ജാലവിദ്യ ശരിക്കും അദ്ദേഹം ഒരുപാട് രാജ്യങ്ങൾ വരെ പെർഫോം ചെയ്തിട്ടുള്ള ചെപ്പും പന്തും ജാലവിദ്യ നേരിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ആളാണ്. വളരെ ഒരു ഭാഗ്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇന്ന് ബേപ്പൂരുകാരെ വിസ്മയ ലഹരിയിൽ ആറാടിക്കാൻ പോവാണ്. ഇന്ന് ഒരു മറകളും ഇല്ലാതെ ആൾക്കാർ ചുറ്റാകെ നിർത്തിക്കൊണ്ടാണ് ഇദ്ദേഹം ജാലവിദ്യ അവതരിപ്പിക്കാൻ പോകുന്നത്. പക്ഷെ ഇന്ന് എന്തൊക്കെ ജാലവിദ്യകളാണ് ഇവർക്ക് മുമ്പിൽ ചെയ്യാൻ പോകുന്നത്? ഇന്ന് ക്ലോസപ്പായിട്ടുള്ള കുറച്ച് വിദ്യകൾ ആണ് അവതരിപ്പിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളത് ബ്ലേഡ് ആക്ട്. ബ്ലേഡ് ആക്ട് ആണ്, അതാണ് ഹൈലൈറ്റ് ആയിട്ട് ഇന്നത്തെ ചെയ്യുന്നത്. മാഷിന് എത്ര വയസ്സായി? 69. 69കാരനായ നാണു മാസ്റ്റർ യുവത്വത്തിന്റെ ചുറുചുറുക്കോടുകൂടി അല്ലേ? അതാണ് നാണുമാഷിന്റെ ചിരിയിൽ അതെല്ലാം ഉണ്ട്. യുവത്വത്തിന്റെ ചുറുചുറുക്കോടുകൂടി സ്ട്രീറ്റ് മാജിക് അവതരിപ്പിക്കാൻ പോകുന്നു. ഇത് ദൂരദർശന്റെ വിസ്മയ സഞ്ചാരത്തിൽ മാത്രം. അപ്പൊ മാജിക്കിനെ സ്നേഹിക്കുന്ന ബേപ്പൂരുകാർക്ക് വേണ്ടിയിട്ട് നാണുമാസ്റ്ററുടെ ഒരു ഉഗ്രം പെർഫോമൻസ് ആണ്. നാണുമാസ്റ്ററും ഈ കുറ്റ്യാടി സ്വദേശിയാണ്, ഇവിടുത്തെ കോഴിക്കോടുകാരൻ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ സ്വന്തം നാണുമാസ്റ്റർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാജിക് അവതരിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് ആസ്വദിച്ച് കാണാം നാണുമാസ്റ്ററിന്റെ ആ പെർഫോമൻസ്. ബ്ലേഡ് കൊണ്ടുള്ള ഒരു വിദ്യയാണ് ഇന്ത്യൻ മാജിക്. ബ്ലേഡ് തന്നെയാണ്. ഇത് പുതിയ ബ്ലേഡ് കൊണ്ട് മാത്രം ഇതുപോലെ പേപ്പർ മുറിക്കാൻ പറ്റും. ഒരു ബ്ലേഡ് ഞാൻ വിഴുങ്ങിയിരിക്കാം. ഇനി വിഴുങ്ങുന്ന ബ്ലേഡുകൾ ആരെങ്കിലും അവിടുന്ന് ആരെങ്കിലും എണ്ണണം. ഇപ്പൊ എത്രയാ? വിഴുങ്ങി തന്നെയാ മതി. രണ്ട് ഇപ്പോ വിരിഞ്ഞ ബ്ലേഡുകൾ ഒരു
അവിടെ ഇരിക്കാം. ഒരു മാലയായി വന്നിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുന്നു നോക്കാം. ഈ മാല ഇവര് 100 ബ്ലേഡ് ഉണ്ടാവും. 100 ബ്ലേഡ് തന്നെയാണ്. താങ്ക് യു. നാണു മാസ്റ്റർ ബേപ്പൂരുകാരെ കയ്യിലെടുത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വിസ്മയ സഞ്ചാരത്തിലൂടെ ലോകം മുഴുവൻ നാണു മാസ്റ്റർ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. ഇപ്പോ പ്രേക്ഷകരെ വെല്ലുന്ന രീതിയിൽ ഒരുപാട് ബ്ലേഡുകളാണ്. എത്ര ബ്ലേഡ് ഉണ്ടാവും മാഷെ? 100ഓളം ബ്ലേഡുകളാണ് അദ്ദേഹം കുറേ നീളത്തിന് അവരിങ്ങനെ പിടിച്ച് അല്ലേ ആരുടെ കയ്യിലാണ് തന്ന്? ഇദ്ദേഹത്തിന്റെ കയ്യിലാണ് അത് കൊടുത്തത്. ആ കയ്യിൽ ബ്ലേഡ് കൊടുത്തതിന് ശേഷം നാണു മാസ്റ്റർ ഇങ്ങനെ പിന്നിലേക്ക് പോയി ഏകദേശം ഒരു 100ഓളം ബ്ലേഡുകളാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുത്തിയിരിക്കുന്നത്. നാണു മാഷെ അടിച്ച് പൊളിച്ചു. എല്ലാരും കൂടെ ഒരു ആർപ്പുവിളി. മാസ്റ്റർ കാണുന്ന ഏറ്റവും ബ്ലേഡിന്റെ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ തന്നെ പിടിച്ച് വരച്ച് കാണിച്ചത് വളരെ സന്തോഷം. ഒരു പൊട്ട് ഒരു ചോര പോലും വരാതെ വരച്ച് ബ്ലേഡ് ഒന്ന് മുറിച്ച് നോക്കിയാണ്. അതൊക്കെ നല്ല വരച്ച് ബ്ലേഡ് തന്നെ എൻ്റെ ഡിസൈന്. ഞാൻ മാജിക് അവതരിപ്പിക്കുകയാണ്. എല്ലാവർക്കും മാജിക്കാണ് ഇഷ്ടം തന്നെയാണല്ലോ. ഇത് ക്ലോസപ്പ് മാജിക് എന്ന് പറയും. ഇത് ഒരു കുരിശെന്ന് പറയും. ഇതിന് ത്രെഡൊന്നുമില്ല. Come on. Come on, come on, come on, come on, come on, come on,
Come on. Come on. Come on. Come on. Come on. Down. 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 Thank you. ഇത് എത്ര ബോള്? ഒരു ബോള്. ഒന്ന് പിടിച്ചു നോക്ക്. എത്ര ബോള്? ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. എത്ര ബോള്? ഒരു ബോള്. Ready, 1, 2, 3, ready, 1, 2, 3, ready, 1, 2, 3. ഇപ്പൊ എത്ര ബോള്? 2 ബോള്. ഇതിലേത് ബോളാ നല്ലത്? ഏതാ നല്ലത്? ഏതാ? ഇതോ? ഇതോ? ഒന്നിട്ട് നോക്കിയാ കാണില്ല. അത് തന്നെ. അപ്പോ 2 ബോള്. കൈ ഇതുപോലെ കാണിച്ചോ. ഒരു ബോള് എന്റെ കയ്യിൽ, ഒരു ബോള് എന്താ പേര്? അബുവിന്റെ കയ്യിൽ. തുറക്കണ്ട. ഇപ്പൊ എന്റെ കയ്യിൽ എത്ര? ഒരു ബോള്. അവിടെ എത്ര ബോള്? ഒരു ബോള്. ഞാൻ റെഡി 1, 2, 3 എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ ബോൾ ഇവിടെ വെക്കും, അബുവിന്റെ ബോള് ഇവിടെ വെക്കണം. എന്റെ കയ്യിൽ എത്രയല്ലേ? 1. റെഡി 1, 2, 3. എത്ര ബോള്? ഒരു ബോള് എന്റെ കയ്യിൽ, ഒരു ബോള് അവിടെ. ഇപ്പൊ എന്റെ കയ്യിൽ എത്ര ബോള്? ബോളില്ല. അവിടെ എത്ര ബോള്? 2 ബോള്. അവിടെ എത്ര ബോള്? 2 ബോള്. ഇവിടെ എത്ര ബോള്? ബോളില്ല. അപ്പോ അവിടെ എത്ര ഉള്ളു? ഇട്ട് ഇട്. നല്ല രസമാണ്. 2 ബോള്. ഒരു ബോള് എന്റെ പോക്കറ്റിൽ, ഒരു ബോള് കയ്യിൽ. ഇപ്പൊ എത്ര ബോള്? 2 ബോള്. ഇട്. 3 ബോള്. ഇനി ഒരു ബോള് പോക്കറ്റിൽ, ഒരു ബോള് കയ്യിൽ, ഒരു ബോള് പോക്കറ്റിൽ. ഇപ്പം കയ്യിൽ എത്ര ബോള്? പറ്റില്ല. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു.